ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്ക് സാങ്ഷൻ എടുക്കണോ? തുണ പോർട്ടൽ വഴി ഓൺലൈനായിട്ട് നമുക്ക് അനുമതി നേടാൻ പറ്റുന്നതാണ്. മൈക്ക് സാങ്ഷൻ എടുക്കാൻ ഇനി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതില്ല. പകരം കേരള പോലീസിൻ്റെ പോർട്ടലായ തുണ വെബ്സൈറ്റിൽ വഴി നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ്. വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ക്രോം ആണ് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ തുണ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. tuna.keralapolice.gov.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കേരള പോലീസ് തുണയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ എൻ്റർ ആയിട്ടുള്ളത്. ഓൾറെഡി ഒരു അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതുപോലെ തന്നെ പാസ്വേഡ് അപ്പർ കേസ് ലെറ്റർ, ലോവർ കേസ് ലെറ്റർ, നമ്പർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം. എന്നിട്ട് ഈ കാണുന്ന ക്യാപ്ചർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ലഭ്യമാണ്. അതിനുശേഷം നമ്മൾ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ഈ കാണുന്ന ക്യാപ്ചയും കൂടെ എൻ്റർ ചെയ്തിട്ട് സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ടൈലുകൾ കാണാം. അതിൽ മൂന്നാമത്തെ ടൈലായ മൈക്ക് റിക്വസ്റ്റ് എന്ന ടൈൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് ന്യൂ റിക്വസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വരും, പ്ലീസ് അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ. അപ്പോൾ ഓക്കെ ബട്ടൺ കൊടുക്കുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കോൺടാക്ട് ഡീറ്റെയിൽസിൽ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, റിലേഷൻ ടൈപ്പ്, റിലേറ്റീവ് നെയിം ഒക്കെ കൊടുക്കണം. കമ്പൽസറി ആണ്. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഇൻഫർമേഷനിൽ ID ടൈപ്പ് വേണം, ID നമ്പർ വേണം. പെർമനൻ്റ് അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ പ്രസൻറ്റ് അഡ്രസ്സ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ സെയിം ആസ് പെർമനൻ്റ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വരുന്നതാണ്. യുവർ പ്രൊഫൈൽ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഓക്കെ ബട്ടൺ കൊടുത്ത് മുന്നോട്ട് പോവുക. അതിനുശേഷം ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മൈക്ക് റിക്വസ്റ്റ് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ റിക്വസ്റ്റ് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ വരുന്നതാണ്. പേര്, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ്. ഇവിടെ നമ്മൾ ഏത് ID പ്രൂഫാണോ കൊടുത്തത് ആ ഒരു ID പ്രൂഫിൻ്റെ ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ PDF ഫോർമാറ്റ്, അല്ലെങ്കിൽ JPEG ഫോർമാറ്റ്, അല്ലെങ്കിൽ JPG ഫോർമാറ്റ്, PNG ഫയലൊക്കെ ആയിട്ടാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക. 2 MB കുറവായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ആഡ് ID പ്രൂഫ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈസ് ദിസ് റിക്വസ്റ്റ് ഈസ് ഫോർ എനി ഓർഗനൈസേഷൻ, ഇഫ് യെസ് പ്ലീസ് ഫിൽ ദ ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ്. അതായത് ഈ ഒരു മൈക്ക് റിക്വസ്റ്റ് ഏതെങ്കിലും ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതാണോ? ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. യെസ് ആണെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരും. നോ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ ഇല്ല. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഇനി നമുക്ക് വരുന്നത് മൈക്ക് റിക്വസ്റ്റ് ഡീറ്റെയിൽസ് ആണ്. അതായത് മൈക്ക് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ഡേറ്റ്, അതുപോലെ തന്നെ എൻഡിങ് ഡേറ്റ്. മൈക്ക് യൂസ് ചെയ്യുമ്പോൾ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 10 മണി വരെ മാത്രമാണ് നമുക്ക് മൈക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഡേറ്റും ടൈമും കൊടുക്കുക. അതിനുശേഷം എൻഡിങ് ഡേറ്റ് ആൻഡ് ടൈമാണ്. അതിനുശേഷം നമ്മൾ വരുന്നത് നമ്പർ ഓഫ് സൗണ്ട് ബോക്സസ് ആണ്. നമ്മുടെ പരിപാടിക്ക് അനുസരിച്ചുള്ള സൗണ്ട് ബോക്സസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ 5 ആഡ് ചെയ്താലും അവർ നോക്കിയിട്ട് 1 or 2 ഇഷ്യൂ ചെയ്യുള്ളൂ. ഞാനിവിടെ ഒരു 3 ആഡ് ചെയ്യാണ്. ചെറിയ ബോക്സാണ് ഉണ്ടാവുന്നത്, സൗണ്ട് ബോക്സ്. അടുത്തത് ഇവൻ്റ് എവിടെയാണോ നടക്കുന്നത് ആ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം പർപ്പസ് ഓഫ് റിക്വസ്റ്റ്, പൊളിറ്റിക്കൽ, റിലീജിയസ്, സോഷ്യൽ, പേഴ്സണൽ, അങ്ങനെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. എനിക്കിവിടെ ഫാമിലി ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ പേഴ്സണൽ കൊടുത്ത് മുന്നോട്ട് പോവാണ്. അതിനുശേഷം വരുന്നത് ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ്. നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചാണ് വരുന്നത്.
ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിൽ ഫാമിലി ഫംഗ്ഷന് കൊടുക്കാം. ഓണം പ്രോഗ്രാം അങ്ങനെ ഇങ്ങനെ പൊളിറ്റിക്കൽ പ്രോഗ്രാം ആണെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഫാമിലി ഫംഗ്ഷൻ കൊടുത്ത് മുന്നോട്ട് പോവാണ്. അതിനുശേഷം റിക്വസ്റ്റ് ടൈപ്പാണ്. സ്റ്റേഷനറി ഉണ്ട്, മൂവിങ് ഉണ്ട്. അതായത് സ്റ്റേഷനറി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രം വെച്ചിട്ട് മൈക്ക് യൂസ് ചെയ്യുന്നതിന് സ്റ്റേഷനറി റിക്വസ്റ്റാണ്. മൂവിങ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരോ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മൂവ് ചെയ്തിട്ടുമാണ് ആ ഒരു മൈക്ക് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് മൂവിങ് റിക്വസ്റ്റ് വരുന്നത്. ഇവിടെ ഞാൻ സ്റ്റേഷനറി റിക്വസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് വരുന്നത് റിക്വസ്റ്റ് ടൈപ്പ് സ്റ്റേഷനറി കൊടുത്തതിന് ശേഷം ഓണർഷിപ്പ് ടൈപ്പ് ഓഫ് പെർമിഷൻ്റെ ആണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്, പ്രൈവറ്റ്, ഗവൺമെൻറ് ഉണ്ട്. ഞാനിവിടെ പബ്ലിക് പ്ലേസ് കൊടുക്കുകയാണ്. അതിനുശേഷം ലൊക്കാലിറ്റി കൊടുക്കുക. അതിനുശേഷം പിൻ കോഡ് കൊടുക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, പ്രൊപ്പോസ്ഡ് മാക്സിമം ഡിസ്റ്റൻസ് ഓഫ് സൗണ്ട് ബോക്സ് ഫ്രം ദ ആംപ്ലിഫയർ. അതായത് ആംപ്ലിഫയറിൽ നിന്ന് സൗണ്ട് ബോക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്, മീറ്ററിലാണ് ചോദിക്കുന്നത്. അത് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടൈപ്പ് ഓഫ് പെർമിഷൻ ആണ് ചോദിക്കുന്നത്. ബിൽഡിങ് ഓപ്പൺ സ്പേസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ ഓപ്പൺ സ്പേസ് കൊടുക്കുകയാണ്. സ്ട്രീറ്റ്, വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ബട്ടൺ കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് വന്നിട്ടുള്ളത്. ഞാനിപ്പം കൊടുത്ത റിക്വസ്റ്റിന് 500 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. പേ ആൻഡ് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്ന ബട്ടൺ കൊടുത്ത് മുന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് നെറ്റ് ബാങ്കിങ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI പേയ്മെൻറ്റ്, QR പേയ്മെൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന ബട്ടൺ കൊടുക്കുക. എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. എനിക്കിവിടെ ഈ ഒരു റിക്വസ്റ്റ് ആവശ്യമില്ലാത്തതിനാൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ മൈക്ക് റിക്വസ്റ്റ് പെർമിഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വരുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.